ഹലോ അസ്സലാമലൈക്കും. ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? ഇന്നിപ്പോൾ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കണ കേട്ടോ കാണിക്കണത്. ചാറും ചൂട്ടാനും എല്ലാം ചോറ് മാത്രം വെക്കണ അതിൽ കാണിക്കണില്ല. അത് അപ്പോൾ ഒരു മിക്സ്ഡ് ഇതാണ്. എപ്പോഴാണ് എന്തായാലും ചാറും ആയാലും കൂട്ടാനായാലും ഒന്നുകൊണ്ടൊറ്റൊക്കെ ഏതായാലും തിന്നൽ നടക്കൂലല്ലോ. അപ്പോൾ അതിക്ക് ചാറുണ്ടായാലും കൂട്ടാനും ഒക്കെ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇന്ന് മീനൊന്നുമില്ല. അപ്പോൾ ഇന്ന് കാണിക്കണമെന്ന് വെച്ചാൽ ചേന പൊരിക്കണതാണ്. ചേന ചെറുങ്ങനെ പൊടി പൊടിയാക്കിയിട്ടാണ് അരിഞ്ഞ് കാണ്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ അടുപ്പത്തും കൂടിയാണ് തീമട്ടാൽ നമുക്ക് പെട്ടെന്നാണ് പണി കഴിച്ചു. ഇതെന്താ വെച്ചാൽ ഈ പണി പെട്ടെന്ന് കഴിയണ പണിയല്ല, കുഴഞ്ഞ് എടുക്കണ പണിയാണ്. അയവാന്മാരുണ്ടാവുമല്ലോ സ്പീഡിൽ പണി കഴിച്ചാത്തോലെ, ഓർക്ക് പറ്റിയ പണിയാണെന്ന് ഇന്നത്തെ പണി. അപ്പോൾ ഞാൻ അടുപ്പത്തും കൂടി ആക്കിയാൽ നമുക്ക് അതും ഇതും ഇളക്കിക്കൊണ്ട് ഇങ്ങനെ വേറെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ അകത്തേക്ക് സെറ്റാക്കിയതിനോട് കൂടിയിട്ട് തന്നെ ഒരു സുഖമില്ല ഇവിടെ നിന്നാണ്ട് പണിയെടുക്കാൻ. ഏതായാലും മറ്റേ പണി കഴിയുന്നത് വരെ ഇത് നമുക്ക് സഹിച്ചേനെ വേണ്ടിയത്. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റി അതിലേക്ക് ബ്രോസ്റ്റ് കോഴിയായിരുന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാൽ നല്ലോണം ഉപ്പിട്ടിക്കാണ്ടാണ് കഴുകിയിട്ട് ആ തോല് ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തേക്കാണ്. പച്ചമുളക് പൊടിച്ചുകാണ്ട് ഇട്ട് കൊടുത്തതാണ്. അതുമാതിരി ചേന പൊടി പൊടിയായിട്ടാണ്ട് അരിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകാണ്ട് ഒന്നും ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വെള്ളയൊന്നും ഇറ്റിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്നാണ് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ആ വിയർപ്പും ഒക്കെ കൂടി ചേർന്നുകാണ്ട് ഒന്ന് ആയിട്ടുണ്ട് വെന്ത് വരും. പിന്നെ നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ചുകാണ്ട് അത് മുരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നല്ല രസമാണ്, ചായക്കൊക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചതല്ല കേട്ടോ ഇയാളെ ഇറച്ചിക്ക് ഇട്ട് കൊടുക്കണത്. അതിക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ടാക്കിയാണ് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതുമാതിരി ഒരു 10-20 ചീരുള്ളിയും കൂടി ഉണ്ട് തൊലിച്ചിട്ട് കൊടുത്തു. ചീരുള്ളി ഇട്ടാൽ എന്തായാലും രസം ഉണ്ടാവുമെന്ന് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഇതും കുറഞ്ഞ തീയിലിങ്ങനെ റെഡിയാക്കി എടുത്താൽ നമ്മൾ ഈ റോസ്റ്റിൻ്റെ തോലുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് അതിന് എണ്ണയൊക്കെ ഇറങ്ങി വരും. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ബ്രോസ്റ്റ് കോഴിയായിരുന്നു കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നിരുന്നു. അപ്പോഴാണ് ഞാനത് ഉപ്പിട്ട് കഴുകിയെടുത്തത്. അപ്പോൾ നല്ലോണം ഉപ്പിട്ട് കഴുകിയാൽ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, കുറഞ്ഞൊരു ചുടുവെള്ളം കൂടി പാർന്നുകാണ്ടാണ് മിക്സിയിൽ കഴുകിയെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചേന ഇളക്കുന്നുണ്ട്. പിന്നെ ഈ ബിരിയാണി ഇറച്ചിക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ മസാലേൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ എല്ലാ സാധനവും ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുതൽച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചണ അന്ന് ചെറിയ ജീരകം പൊടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഗരം മസാല പൊടിൻ്റെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അതേമാതിരി കൊത്തമ്പാലി, മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച ചൊയൊക്കെ ഒന്നാണ് മാറി കിട്ടിയപ്പോൾ 3 തക്കാളി അരച്ചുകാണ്ട് അയക്കാണ്ട് ഒഴിച്ചു കൊടുത്ത്. തക്കാളി കഷ്ണാക്കി മുറിക്കണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനൊന്ന് ഗ്രേവി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചേർത്തത്. പിന്നെ അതിൻ്റെ പച്ച ചൊയൊക്കെ മാറിയപ്പോൾ ആ തക്കാളി അരച്ച ഗ്ലാസും കഴുകി ആ ഇറച്ചിയൊക്കെ കൂടി അയക്കാണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരു വിസിലാണ്ട് അടുപ്പിച്ചെടുത്തു. വിസിലടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറഞ്ഞ തീയിലിട്ട് വേവിക്കണേക്കാട്ടി എളുപ്പം പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിസിലാണ്ട് അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം തളിച്ചിട്ടുണ്ട്. ഉപ്പും ഇതൊക്കെ കറക്റ്റാന്ന് നോക്കിയിട്ട് നമുക്കൊന്നാണ് വിസിലടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേന സുന്ദരമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ കഴിക്കുക, അത്രക്ക് വെന്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടല്ലേ നമ്മൾ റെഡിയാക്കിയത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി കൂടി കണ്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും പെട്ടെന്നുള്ള പരിപാടി ഒന്നും നടത്തില്ല, ആക്കം പോലെ ഉണ്ടാക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ സ്റ്റീലിൻ്റെ ഇതിട്ടുകാണ്ട് ഇങ്ങനെ ഇളക്കണം. ഞാൻ അടിക്ക് തട്ടാത്ത കുഴച്ചിലായിട്ട് ഇളക്കുന്നത്. ഈ മരത്തിൻ്റെ ചട്ടക എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു സുഖം കിട്ടണില്ല റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് തടി തട്ടാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കലാണ് അധികം കഴിയണോ ഞാൻ ചെയ്യാം. പിന്നെ പാത്രം കേടരാൻ കണ്ടിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ അപ്പോൾ പിന്നാണ്ട് റെഡിയാക്കിയാണ്ട് ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ ചേനപ്പൊരി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ചില ചേന പൊടി കഴിഞ്ഞാൽ കറുമുറാച്ചിട്ട് നിൽക്കും. ഇത് നല്ല പൊടിയുള്ള ചേനയായിരുന്നു. മുറിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്നിനും പറ്റൂല, ഇതിൻ്റെ കഥ ഒരു കട്ട പോകേൻ്റെ ഇക്കാരം വിചാരിച്ചത്. പക്ഷേ വിചാരിച്ചില്ലാറൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ വിസിലടിച്ചിട്ടാണ് നമ്മളെ ഇറച്ചി ഇതാ റെഡി ആയിക്കാണ്ട് നിൽക്കണ്. അപ്പോൾ അതൊന്നാണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കാണ്ട് ചൂടാറാന്ന് വെക്കാം. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉള്ളി ഇതൊക്കെ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അരിയുന്നുണ്ട്. നമ്മളെ ചേനൻ്റെ പരിപാടി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതാ ചേനയൊക്കെ പൊരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം അതിൻ്റെ ഉൾഭാഗം ഒന്ന് റെഡിയാക്കിയിട്ട് വല്യുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്നിട്ട് വഴറ്റി കൊടുക്കുകയാണ്.
അതൊരു സ്പെഷ്യൽ വൈതളങ്ങയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അറുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഈ പച്ചച്ചോയ മാറുന്ന കൂട്ടത്തിൽ നമ്മൾ വൈതളങ്ങയും കൂടി ഒന്നാണ്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് ഉപ്പും കൂടി ഇട്ടുകയാണ് ഒന്നാണ് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. വൈതളങ്ങയ്ക്കൊന്നും വല്ലാതെ ഉപ്പ് ചേരൂല എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലോ. കുറഞ്ഞ ഉപ്പേ അതിലേക്ക് ചേരുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായ വളരെ നല്ല ടേസ്റ്റുള്ളൊരു സാധനക്കാരം. അപ്പോൾ ഇതാ ഒന്നാണ്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഇതായിട്ട് നമ്മളെ ചട്ടകം അതിക്ക് തട്ടിക്കണില്ല. ഞാൻ പിന്നെയും പറയും, ഇനിയിപ്പോൾ അതിൽ കമൻറ്റിൽ വരും ചട്ടകം കൊണ്ടാണോ താത്ത നിങ്ങൾ ഇതാക്കണത്, മരത്തിൻ്റെ ചട്ടകം ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മരത്തിൻ്റെ ചട്ടകം ഇല്ലായിട്ടല്ല, അതുകൊണ്ട് നമുക്കൊരു സുഖം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് കണ്ട് ഒന്നുകൂടി എൻ്റെ ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഈ പച്ചച്ചോയൊന്ന് മാറിയതിൻ്റെ ശേഷം നമ്മൾ കോഴി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മസാല നമുക്ക് കൊത്തമ്പാലിപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ മസാല ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് ഒന്നുകൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അത് വെന്ത് കഴിഞ്ഞതോ ഞാൻ ആ ചട്ടിയിൽ തന്നെ ഉള്ളി തൂമ്പിച്ചാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഈ ഇറച്ചിക്കറി ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു രുചിക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു കട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് റെഡിയാക്കി ഇട്ടുണ്ടെങ്കിൽ. അത് അപ്പോൾ ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയൊന്നും നമ്മളെ കഴിക്കില്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുക്കണില്ല. കറിവേപ്പിൻ്റെ ഇലയും എടുത്തു കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മണം ചോരൊക്കെ വേറെ തന്നെയല്ലേ. പിന്നെ അത് കണ്ട് തൂമിച്ച് ഒഴിച്ച് കണ്ട് രാവിലത്തെ ചെറുപയർ കറിയാണ്. അപ്പോൾ അത് റെഡിയാക്കിയിരിക്കണം. അപ്പോൾ ഈ ചെറുപയർ കറിക്ക് ഒരു വ്യത്യസ്ത ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളിയും ചീരുള്ളിയും മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും മാത്രം ഇട്ട് വേവിക്കണ ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ആ കറി. നമ്മളെ ചോറ്റക്കും ആയാലും പുട്ട് ചപ്പാത്തി എല്ലാവർക്കും കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് മീനിൻ്റെ പരിപാടിയില്ല, ഇന്ന് ഇറച്ചി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജയ്സക്കുട്ടിക്ക് വെച്ച കഞ്ഞി ചോറൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. നമ്മളെ തൊടുവിൽ നിന്ന് തന്നെ കിട്ടുന്ന ചേനയും ചേമ്പൊക്കെ നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്തത് മാതിരി യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ ആരെ തൊടുവിലേറ്റ് ഇല്ലേനും എല്ലാവരും പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും.